ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഡിസംബർ 13. കമ്മീഷന് മുന്നിൽ ഐക്യശബ്ദം. പ്രതീക്ഷയോടെ കേരളം. കേരളത്തെ കേട്ട് ഡോക്ടർ അരവിന്ദ് പനഗാരിയ ചെയർമാനായ 16ാം ധനകമ്മീഷൻ മടങ്ങി. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഒറ്റക്കെട്ടായി കമ്മീഷന് മുന്നിൽ അക്കമിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതിൽ സംസ്ഥാന സർക്കാരിന് അഭിമാനിക്കാം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തെ ഇക്കാര്യത്തിൽ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ സർക്കാരിന് കഴിഞ്ഞു. ഇനി ധനകമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടും നിർണായകമാകും. കേരളത്തിന് അർഹമായ നികുതി വിഹിതം കിട്ടുന്നില്ലെന്ന് കമ്മീഷനെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്നതാണ് ചർച്ചയിലെ പ്രധാന നേട്ടം. GSTയിലൂടെ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ സാമ്പത്തികാധികാരത്തിന്റെ ചിറകാണരിഞ്ഞത്. നികുതിക്ക് പുറമെ സെസ്, മറ്റു ചാർജുകൾ, സ്പെക്ട്രം വിൽപ്പന തുടങ്ങിയവയിലൂടെ പൊതുവരുമാനം മുഴുവൻ കേന്ദ്രത്തിലേക്ക് മുതൽക്കൂട്ടുകയാണ്. പൊതുചെലവിന്റെ 63% വഹിക്കുന്ന സംസ്ഥാനങ്ങൾക്കാകെ നികുതി വരുമാനത്തിന്റെ 41% മാത്രമാണ് 15ാം കമ്മീഷൻ ശുപാർശ ചെയ്തത്. കേരളത്തിന് ശുപാർശ ചെയ്തതാകട്ടെ ഇതിന്റെ 1.925% മാത്രം. 10ാം ധനകമ്മീഷന്റെ കാലത്ത് ഇത് 3.8%. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റിലും ഇതേ സ്ഥിതി. 10ാം ധനകമ്മീഷൻ അനുവദിച്ച 4.54% എന്നത് ഇപ്പോൾ 2.68%. ഒപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതം 75% നിന്ന് 60% ചുരുക്കി. 15ാം ധനകമ്മീഷന്റെ മാനദണ്ഡങ്ങളും തീരുമാനങ്ങളുമാണ് മനുഷ്യവിഭവശേഷി വികസനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വിനയായത്. ജനസംഖ്യാ നിയന്ത്രണം, ആരോഗ്യ, വിദ്യാഭ്യാസ രംഗങ്ങളിലെ മുന്നേറ്റം എന്നിവ മാനദണ്ഡമാക്കിയപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ നമുക്ക് വിനയായി. എന്നാൽ സംസ്ഥാനത്തിന്റെ 2ാം തലമുറ വികസന പ്രശ്നങ്ങൾ കണക്കിലെടുക്കാൻ മുൻ കമ്മീഷൻ തയ്യാറായില്ല. ഒപ്പം പശ്ചാത്തല വികസനത്തിൽ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളും കണക്കിലെടുത്തില്ല. ഫലത്തിൽ കേരളത്തിനുള്ള നികുതി വിഹിതം വൻതോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടു. വിഭജിക്കാവുന്ന കേന്ദ്ര വരുമാനത്തിന്റെ വിഹിതത്തിലെ അസമത്വം കുറയ്ക്കാൻ കേരളം വളരെ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളാണ് കമ്മീഷന് നൽകിയത്. കേന്ദ്ര നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. ഒപ്പം മാനദണ്ഡങ്ങൾ മൂലം കേരളത്തിന്റെ വിഹിതത്തിലുള്ള കുറവ് പരിഹരിക്കാൻ ഭൂവിസ്തൃതി മാനദണ്ഡപ്രകാരമുള്ള വിഹിതം 15% നിന്ന് 5% ജനസംഖ്യാടിസ്ഥാന വിഹിതം 15% നിന്ന് 32.5% ഇതിന് 1971 സെൻസസ് അടിസ്ഥാനമാക്കുക. വനമേഖലാ മാനദണ്ഡം അനുസരിച്ചുള്ള വിഹിതം 10% നിന്ന് 7.5% കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. പ്രകൃതി ദുരന്തങ്ങൾ ഏറുന്നതും അത് സംസ്ഥാനത്തിനുണ്ടാക്കുന്ന അധിക ബാധ്യതയും കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അടിയന്തര ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളുടെ ചെലവുകൾ 40 മടങ്ങിലേറെ ഉയർന്നു. ഇതെല്ലാം പരിഗണിച്ച സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കേന്ദ്രവിഹിതം 100% ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇവ കണക്കിലെടുക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം കോവിഡ്, പ്രളയം, മണ്ണിടിച്ചിൽ തുടങ്ങിയ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നേരിടേണ്ടി വന്നപ്പോഴും ഉയർന്ന സാമ്പത്തിക വളർച്ചയും അതിൽ സ്ഥിരതയും കൈവരിക്കാൻ കേരളത്തിനായിട്ടുണ്ടെന്നും കമ്മീഷനെ ബോധ്യപ്പെടുത്തി. ധനകമ്മീഷനിൽ സംസ്ഥാനത്തിന്റെ ധനാവകാശങ്ങൾ നിരത്താൻ കേരളം വളരെ മുന്നേ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. കേന്ദ്ര നയം സാമ്പത്തികമായി ഞെരുക്കുന്ന സംസ്ഥാനങ്ങളെ ഒരുമിപ്പിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ നേതൃപരമായ പങ്കാണ് വഹിച്ചത്. തമിഴ്നാട്, പഞ്ചാബ്, കർണാടകം, തെലങ്കാന അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ സമ്മേളനം കേരളം വിളിച്ചു ചേർത്തിരുന്നു. ഇതിൽ ധനകമ്മീഷനിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ ഐക്യമുണ്ടാക്കാനായി. ഒപ്പം സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവുമായി ചർച്ച ചെയ്ത് അവിടെയും അഭിപ്രായ ഐക്യമുണ്ടാക്കി. ഇങ്ങനെ വിവിധ തലങ്ങളിൽ സർക്കാർ നടത്തിയ ഇടപെടലാണ് സംസ്ഥാനത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി അഭിപ്രായ ഐക്യത്തിന്റെ രൂപത്തിൽ ധനകമ്മീഷന് മുന്നിലെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളും സമാന നിർദ്ദേശങ്ങൾ ഉയർത്തുമ്പോൾ ധനകമ്മീഷന് അവ പരിഗണിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് പ്രതീക്ഷിക്കാം.